ഇങ്ങനെ ഒരാള് ഞാൻ ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാണോ ലൈഫിലേക്ക് വരാൻ പോകുന്ന ദൈവമേ എന്നുള്ളൊരു ഞെട്ടലപ്പ് ആ സമയത്ത് ഉണ്ടായോ? ഇല്ല, നമ്മളിൽ അതൊക്കെ ഭയങ്കര സംഭവിച്ചു പോയതാ, പ്ലാൻ ചെയ്തൊന്നും വന്നതല്ല. എനിക്ക് ജീവിതത്തിൽ ഞാൻ ഭയങ്കര പ്ലാനിങ്ങിൻ്റെ ആളാണ്. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ സംഭവിച്ചതാണ് കല്യാണം, കുട്ടികൾ, ഇതെല്ലാം. ഒന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ദൈവസത്യമായിട്ട് പറയുകയാണ്, ഞാൻ കല്യാണം പോലും കഴിക്കാതിരുന്ന ഒരാളാണ്. ഞാൻ ഭയങ്കര സുഖമായിട്ട് ജീവിച്ചു പോയ ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകം കല്യാണം പോലും കഴിക്കാതെ സുഖമായി ജീവിച്ചു പോയൊരാളാണ്. അങ്ങനല്ല, ഞാൻ സുഖമായി ജീവിച്ചെന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാതെ ഒരു പ്രായമായ സാധാരണക്കാരായ ചെറുപ്പക്കാരുടെ പ്രശ്നമെന്ന് വെച്ചാൽ ഒരു നല്ല കുട്ടിയെ കണ്ടാൽ അയ്യോ എനിക്ക് കൂടെ ഒരു ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ 2 പിള്ളേരൊക്കെ ആയിട്ട് രസമായിരുന്നില്ല. എനിക്ക് അങ്ങനെ ഇല്ല. ഞാൻ നല്ല കുട്ടിയെ കണ്ടാൽ കൊള്ളാം, നല്ല കുട്ടി രസമാണ്, നമുക്ക് സംസാരിച്ചിരിക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഉടനെ അതിന് കല്യാണം കഴിക്കണം, കൊച്ചാവണം, എനിക്ക് ഭാര്യ, അങ്ങനെ ഒരു സംഭവം നമുക്കില്ല. കൊച്ചിനെ പോലെ ഇല്ല. ചിലപ്പോൾ കൊച്ചിലെ നമ്മൾ സെലിബ്രിറ്റി ആയതുകൊണ്ട് ഒരുപാട് പേരെയൊക്കെ കണ്ട ആ ഒരു ലൈഫ് സ്റ്റൈൽ വന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ കല്യാണം കഴിച്ച് നമ്മൾ പല പ്രശ്നങ്ങളും അത് ഇത്, ആ പ്രശ്നം ഈ പ്രശ്നം, അവരുടെ കുടുംബ പ്രശ്നം, പിന്നെ അവരുടെ വീട്ടുകാർ നമ്മുടെ വീട്ടുകാർ പോയി, ഇതൊന്നും എനിക്ക് താങ്ങാൻ പറ്റത്തില്ല. എൻ്റെ സ്വഭാവം വെച്ചിട്ട് ഞാൻ ചിലപ്പോൾ അമ്മായി അച്ഛനാണെന്ന് നോക്കത്തില്ല, ഞാൻ പച്ചക്ക് കാര്യം പറയും. അപ്പോൾ ബന്ധം പോകും അല്ലേ? സത്യം അല്ലേ? ബന്ധം പോയാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്കിപ്പോൾ അമ്മായി അച്ഛനോ അമ്മാവനോ കുഞ്ഞമ്മയൊന്നും വേണ്ട ഈ ഭൂമി ജീവിക്കാൻ, ആരും ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ലൈക്ക് ഞാൻ ആരും ഉപദ്രവിക്കത്തില്ല, എന്നെ ആരും ഉപദ്രവിക്കണ്ട, നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് മറ്റേ ഓഷോയുടെ പരിപാടികളൊക്കെയാണ് ഞാൻ അങ്ങനെ നമ്മൾ ആ ഒരു സ്പിരിച്വൽ പരിപാടികളാണ്, മനസ്സിലായി. അല്ലാതെ ഈ ചട്ടക്കൂട് വട്ടത്തിൽ കിടന്ന് കളി ഇത് എനിക്ക് ഇഷ്ടമല്ല.